ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 1ാം ക്ലാസ്സിലെ മാത്സ് സബ്ജക്റ്റ് ആണ്. നമ്മുടെ 6ാമത്തെ പാഠം ടെൻസ് ആൻഡ് മീ എന്നുള്ള പാഠമാണ്. അപ്പൊ നമുക്ക് പാഠം നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ടെൻസിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ നമ്മൾ 1 തൊട്ട് 10 വരെയുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ? നമ്മൾ പ്രീവിയസ് ചാപ്റ്റർ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് പഠിച്ചിരുന്നു, അതിന്റെ പേര് പഠിച്ചിരുന്നു, സ്പെല്ലിംഗ് പഠിച്ചു. അതുപോലെ 10 തൊട്ട് 20 വരെയുള്ള സ്പെല്ലിംഗ് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ചാപ്റ്ററുകളിൽ. അപ്പൊ നമ്മളിവിടെ കുറച്ച് ടെൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. 10 പറയുന്നത് എന്താണെന്ന് അറിയാം, അത് കഴിഞ്ഞ് 10, 11, 12 എല്ലാം അറിയാം അല്ലെ? അതിനുശേഷം നമ്മൾ അങ്ങനെ 19 കഴിഞ്ഞാൽ അത് നമ്മൾ 10 ആണ് 10. അങ്ങനെ 2 10s ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? 2 10s ഉണ്ടെങ്കിൽ പറയുന്നതാണ് 20. 3 10s ആണെങ്കിൽ 30, 4 10s 40, 5 10s ആണ് 50, 6 10s 60, 7 10s നമ്മൾ പറയുന്ന പേര് 70, 8 10s 80, 9 10s ആണ് 90, 10 10s ചേരുമ്പോഴാണ് 100 ആവുക, 100. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ സ്പെല്ലിങ്ങുകൾ പഠിക്കണം. അതുപോലെ 10, 20, 30, 40, 50, 60, 70, 80, 90, 100. ഇത് നമ്മൾ നമ്പേഴ്സും സ്പെല്ലിങ്ങും പഠിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ പാഠം സ്റ്റാർട്ട് ചെയ്യാം. 6ാമത്തെ പാഠം ടെൻസ് ആൻഡ് മീ. ലെറ്റ്സ് ഹിയർ എ സ്റ്റോറി. Grandma, the story of elephant and toad rabbit, please. Okay, here it is. അപ്പൊ കുട്ടി ഗ്രാൻഡ്മയോട്, മുത്തശ്ശിയോട് ആനയുടെയും മുയലിന്റെയും കഥ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഗ്രാൻഡ്മ എന്ത് ചെയ്തു? ഓക്കെ, പറഞ്ഞുതരാന്ന് പറയുകയാണ്. എന്താ കഥ? Once upon a time in a forest, the animals could find nothing to eat. What can they do? Kunjan elephant and Minnu rabbit decided to grow food. So, Kunjan and Minnu planted banana trees. അങ്ങനെ ഒരിടത്തൊരു കാട്ടില് അവിടുത്തെ അനിമൽസിനൊന്നും കഴിക്കാൻ ഭക്ഷണം ഇല്ലാണ്ടായി. അപ്പൊ നമ്മുടെ കുഞ്ഞൻ എലിഫന്റും മിന്നു മുയലും എന്ത് തീരുമാനിച്ചു? കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. കുഞ്ഞനും മിന്നും കൂടി ചേർന്നിട്ട് ബനാന ട്രീസ് നട്ടു. ബനാന ട്രീസ് വെച്ചാൽ വാഴ നമ്മൾ പറയുന്നത്, അങ്ങനെ വാഴ നട്ടു. ഇവിടെ നോക്കിക്കേ, കുഞ്ഞനും മിന്നും കൂടെ വാഴ നടുകയാണ് അല്ലെ? ട്രീസ് പ്ലാന്റഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ട്രീസ് പ്ലാന്റഡ് അപ്പ് ആൻഡ് ഡൗൺ. ഹൗ മെനി ട്രീസ് ആർ ഇൻ വൺ റോ? ഒരു റോ എന്ന് വെച്ചാൽ വരി. ഒരു വരിയിൽ എത്ര ട്രീസ് ഉണ്ട്? എത്ര ബനാന ട്രീസ് ആണ് ഇവിടെ കാണുന്നത്? എണ്ണി നോക്കിക്കേ, കൗണ്ട് ചെയ്ത് നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം. 10. How many in 2 rows? അങ്ങനെയാണെങ്കിൽ ഈ 2 വരിയിലൂടെ എത്രയാണ്? ഒരു വരിയിൽ 10, പിന്നെ അടുത്ത വരിയിൽ എത്രയാണ്? 10 തന്നെയാണ് അല്ലെ? അപ്പൊ 10 and 10 make 2 10s ചേരുമ്പോഴാണ് ഉത്തരം എന്ത്? 20 trees in all. 2 10s എത്ര പറഞ്ഞത്? 20. അടുത്തത് അങ്ങനെയാണെങ്കിൽ 3 10s എത്രയായിരിക്കും? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൂല്ലേ, നമ്മൾ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ 3 10s ആണ് എന്ത്? 30. How many in the third row? 3ാമത്തെ വരിയിൽ എന്താണ് ചോദ്യം? 3ാമത്തെ വരിയിൽ എത്ര വാഴയുണ്ട്? 10. How many in all 3 rows? 3 വരിയിലും കൂടി എത്ര എണ്ണമുണ്ട്? 3 10s are നമ്മൾ എന്ത് പറഞ്ഞു? 3 10കൾ ചേരുന്നതാണ് 30, 30. 20 and 10 make 30 trees. 20ഉം 10ഉം 20ന്റെ കൂടെ ഒരു 10ഉം കൂടെ ചേരുമ്പോൾ ഉത്തരം എന്താണ്? 30 trees. How many rows now? ഇപ്പൊ നോക്കി, ഇവിടെ കാണുന്നില്ലേ എത്ര റോസ് ഉണ്ട് മൊത്തം? 1, 2, 3, 4. എത്ര റോസ് ഉണ്ട്? 4 അല്ലെ? 4. How many in all 4 rows? 4 വരിയിലും കൂടി എത്ര എണ്ണം ഉണ്ട്? 3 10s ആണ് 30. അപ്പൊ 4 10s 4 10കൾ ചേരുമ്പോൾ ഉത്തരം എന്താണ്? 40, 40 trees അല്ലെ? അതായത് നമ്മൾ ഏതൊക്കെ 30യും 30ന്റെ കൂടെ ഒരു 10ഉം കൂടെ ചേരുമ്പോൾ 30 and 10 make 40 trees. What if we take one more row? അതായത് 40ന്റെ കൂടെ ഒരു റോയും കൂടെ വന്നാൽ എത്ര ട്രീസ് ഉണ്ടാവും? 40ന്റെ കൂടെ ഒരു 10ഉം കൂടെ, 40ന്റെ കൂടെ ഒരു 10ഉം കൂടെ ചേരുമ്പോൾ 4 10sന്റെ കൂടെ 1 10ഉം കൂടെ ചേരുമ്പോൾ ഉത്തരം എന്താണ്? 50, 50 അല്ലെ? 50, 50. And the trees grow up and then fruits, big bunches of bananas. Bananas are ripe. Where is Kunjan? Oh, what happened? Very hungry. Friends came to help. Let's get bananas for Kunjan. നോക്കിക്കേ, അപ്പൊ നമ്മുടെ കുഞ്ഞനും മിന്നും കൂടെ നട്ട വാഴയെല്ലാം വലുതായി, അതിൽ നിറയെ ഫ്രൂട്ട്സ് ഉണ്ടായി അല്ലെ? വാഴപ്പഴം ഉണ്ടായി, പഴമെല്ലാം പഴുത്തു. അപ്പൊ നമ്മുടെ മിന്നു മുതൽ നോക്കണേ, ഇവിടെ കുഞ്ഞൻ എവിടെ? ഇവിടെ നമുക്ക് കുഞ്ഞൻ തളർന്നിരിക്കുകയാണ് അല്ലെ? അപ്പൊ മിന്നു ചോദിക്കണം എന്ത് പറ്റി? അപ്പൊ കുഞ്ഞൻ എന്താ പറയുന്നത്? എനിക്ക് നന്നായി വിശക്കുന്നു എന്ന് പറയാണ്. Friends came to help. Let's get bananas for കുഞ്ഞൻ. അപ്പൊ മറ്റു ഫ്രണ്ട്സ് എല്ലാം അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരികയാണ്. How many bananas in the basket? ഈ ബാസ്കറ്റിൽ നോക്കിക്കേ, ഈ ബാസ്കറ്റിൽ എത്ര ബനാനാസ് ഉണ്ട്? ഒന്നില് 10 എണ്ണം ഉണ്ട്. അങ്ങനെ എത്ര 10? ഇതിൽ 10 ഉണ്ട്, ഇതിലൊരു 10 ഉണ്ട്, അടുത്തതിൽ 10 ഉണ്ട്, ഇതിലൊരു 10, ഇതിൽ 10. അങ്ങനെ എത്ര 10s ഉണ്ട്? 5 10s ഉണ്ട് അല്ലെ? 5 10s എന്ന് വെച്ചാൽ നമ്മൾ എത്ര പഠിച്ചത്? 50. അപ്പൊ എത്ര ബനാനാസ് ഉണ്ട്? 50. And
more came in with bananas. And കുറേ പേര് എന്ത് ചെയ്തു? ബനാനാസ് കൊണ്ടുവന്നു. ഫസ്റ്റ് സ്ക്യൂരൽ. How many did he bring? ആദ്യം ഒരു സ്ക്യൂരൽ, ഒരു അണ്ണാനാണ് ബനാന കൊണ്ടുവന്നത്. അവന്റെ ബാസ്ക്കറ്റിൽ ബനാന കണ്ടില്ലേ? എണ്ണി നോക്കിക്കേ, എത്ര ബനാനാസ് ഉണ്ട്? 10. How many in all? Now ഇപ്പൊ 50 ഉണ്ട് അല്ലേ? നമ്മുടെ കയ്യിൽ ഇപ്പൊ 50 ബനാന ഉണ്ട്. അതിന്റെ കൂടെ നമ്മൾ സ്ക്യൂരൽ അണ്ണാനും 10 ബനാന കൊണ്ടുവന്നു. അപ്പൊ 50ന്റെ കൂടെ 50യുടെ കൂടെ 10 ചേരുമ്പോൾ ഉത്തരം എന്താണ്? 60 bananas. ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? 60. A deer came with 10 bananas. How many bananas now? അതായത് നമ്മൾ ഒരു മാനും 10 ബനാനാസ് കൊണ്ടുവന്നു. അപ്പൊ നമ്മുടെ 60ന്റെ കൂടെ 10 ചേരുമ്പോൾ 60 and 10 makes 70 bananas. എത്ര ബനാനാസ് ആയി? 70. A goat came with 10 bananas. Now how many bananas? നമ്മുടെ ഒരു ഗോട്ട്, ഒരു ആടും 10 ബനാനാസ് കൊണ്ടുവന്നു. നമ്മുടെ കയ്യിൽ 70 ബനാനാസ് ഉണ്ട്. 70ന്റെ കൂടെ നമ്മുടെ ഗോട്ട് എത്ര ബനാന കൊണ്ടുവന്നു? 10. 70ന്റെ കൂടെ 10 ചേരുമ്പോൾ ഉത്തരം എന്താണ്? 80 bananas. എത്ര ബനാനാസ് ഉണ്ട്? 80 bananas ഉണ്ട്. Last came a tortoise with 10 bananas. So how many bananas did കുഞ്ഞൻ get in all? അവസാനം നമ്മുടെ ഒരു ടോർട്ടോയ്സ്, ആമയും വന്നു. 10 ബനാനാസ് കൊണ്ട് ആമയും വന്നു. അങ്ങനെ ആ 10 പഴം കൂടെ കൊടുത്തപ്പോൾ ഇപ്പൊ കുഞ്ഞിന്റെ കയ്യിൽ എത്ര ബനാനാസ് ഉണ്ട്? 80ന്റെ കൂടെ 80ന്റെ കൂടെ 10 ചേരുക. 10 കൂടെ കൂട്ടി നോക്കൂ, എത്ര ഉത്തരം കിട്ടി? 90 bananas. 90 അല്ലേ? 90 bananas കിട്ടി. അങ്ങനെ കുഞ്ഞൻ വളരെയധികം ഹാപ്പി ആയി. കുഞ്ഞൻ ate bananas. He was happy again. Minnu took everybody to the grove. All the friends were happy. I will get bananas for all of you. നമ്മുടെ കുഞ്ഞൻ ബനാനാസ് എല്ലാം കഴിച്ചു. അവൻ വളരെയധികം സന്തോഷമായി. മിന്നു അവിടെയുള്ള അവന്റെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സിനെയും തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. എല്ലാ ഫ്രണ്ട്സും ഹാപ്പി ആയി. അപ്പൊ നമ്മൾ കുഞ്ഞിന് എന്താ പറയുന്നത്? ഞാൻ നിങ്ങൾക്കും ബനാനാസ് തരാന്ന് പറയാണ് അല്ലേ? നമ്മൾ അടുത്ത് പഠിക്കുന്നത് ടെൻസ് ആഡ് ചെയ്യുമ്പോൾ ഉള്ളത് എങ്ങനെയാണ് ആഡ് ചെയ്യാന്നാണ്. ഇത് നമുക്കറിയാം 10 ആണ് അല്ലേ? നമ്മൾ 2 ടെൻസ് ചേരുമ്പോൾ 10 + 10 എന്താണ്? 10ഉം 10ഉം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഉത്തരം എന്താണ്? 20. 2 ടെൻസ്, ഒരു 10, ഇത് സെക്കൻഡ് രണ്ടാമത്തെ 10 അല്ലേ? അപ്പൊ 2 ടെൻസ് ഉത്തരം എന്താണ്? 20. അതുപോലെ 3 ടെൻസ്, 3 ടെൻസ് പ്ലസ് ചെയ്യുമ്പോൾ ഉത്തരം 30. 4 ടെൻസ് 40. 5 ടെൻസ് 50. 6 ടെൻസ് 60. 7 ടെൻസ് 70. 8 ടെൻസ് 80. 9 ടെൻസ് 90. 10 ടെൻസ് ആണ് 100. ഇങ്ങനെയാണ് നമ്മൾ ടെൻസ് ആഡ് ചെയ്യുക. നെക്സ്റ്റ് കൗണ്ട് ആൻഡ് റൈറ്റ്. എണ്ണി നോക്കിയിട്ട് നമ്മളിവിടെ കാണുന്ന ബോക്സിനകത്ത് എഴുതുക. ഇവിടെ നോക്കി പെൻസിലുകൾ എണ്ണി നോക്കുക. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. എത്ര എണ്ണം ഉണ്ട്? 10. അപ്പൊ ഇവിടെ നോക്കൂ, ഇതിൽ 10 എണ്ണം ഉണ്ട്, ഇതിൽ 10 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചത് എന്താ? 2 ടെൻസ്. നമ്മൾ എന്താ പഠിച്ചത്? 2 ടെൻസ് ആർ 20. ഇവിടെ ഇതിൽ 10 ഉണ്ട്, ഇതിലും 10 ഉണ്ട്, ഇതിലും 10 ഉണ്ട്. അപ്പൊ 3 ടെൻസ് നമ്മൾ എന്താ പഠിച്ചത്? 30. അടുത്തത് 4 ടെൻസ് എന്താ പഠിച്ചത്? 40. 5 ടെൻസ് അല്ലേ? ഇതിലെല്ലാം ഇതിൽ 10 എണ്ണം, ഇതിൽ 10 എണ്ണം. 5 ടെൻസ്. 5 ടെൻസ് ഉത്തരം 50. അടുത്തത് ഇവിടെ നോക്കൂ, ഈ ഇതിൽ എത്ര എണ്ണം ഉണ്ട്? ഇതിൽ 10. അങ്ങനെ എത്ര ടെൻസ് ഉണ്ട്? 1 2 3 4 5 6. 6 ടെൻസ് ആർ 60. നെക്സ്റ്റ് 7 ടെൻസ് ആർ. 7 ടെൻസ് ആർ ഉത്തരം എന്താണ്? 70. 8 ടെൻസ്. ഇവിടെ നോക്കി, ഈ ഒന്നില് 10 എണ്ണം ഉണ്ട്, 10 ഇലയുണ്ട്. അങ്ങനെയാണെങ്കിൽ 8 എണ്ണത്തിൽ എത്ര എണ്ണം ഉണ്ട്? 8 ടെൻസ് ആർ 80. 9 ടെൻസ് ആർ 90. Okay, 9 tens are 90. ഇവിടെ ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9. 9 ഉണ്ട്, ഒന്നിൽ 10 എണ്ണം ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ഉത്തരം കിട്ടും? 90. നെക്സ്റ്റ്, whose kite? Draw lines and join. Number on the shirt in the number of is the number of dots on his kite. Count the dots on the kite and connect them to the string. ഇവിടെ നോക്കിക്കേ, കുറെ പട്ടങ്ങളുണ്ട്. പട്ടത്തിന് നൂല് പൊട്ടിപ്പോയിരിക്കണല്ലേ കുട്ടികളുടെ കയ്യിൽ നിന്ന്. അപ്പൊ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ആ കുട്ടികളുടെ ഷർട്ടിലെ നമ്പേഴ്സ് നോക്കിയിട്ട് വേണം മാച്ച് ചെയ്യാൻ. ഇവിടെ ഈ കുട്ടീനെ നോക്കിയ നമ്പർ എന്താ? 10 ആണ്. അപ്പോൾ ഏത് പട്ടത്തിലാണ് ഡോട്ട്സ് 10 ഡോട്ട്സ് ഉള്ളത്? ഇതാ അല്ലേ? അപ്പൊ ഇതിലേക്ക് എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. അതുപോലെ വരയ്ക്കുക. നമ്മൾ ഇതുപോലെ പട്ടത്തിന് കുട്ടീൻ്റെ കയ്യിലുള്ള ഇതിലേക്ക് സ്ട്രിങ്ങിലേക്ക് ജോയിൻ ചെയ്യുക. അടുത്തത് ഈ കുട്ടീൻ്റെ 20 ആണ്. അപ്പോൾ ഏതിലാണ് 20 ഉള്ളത്? ഇതാ അല്ലേ? അപ്പൊ നമ്മൾ 20ലേക്ക് മാച്ച് ചെയ്യുക. അടുത്ത 30, പിന്നെ 40, 50. എന്ത് ചെയ്യണം? ഈ ബ്ലാങ്ക്സ് ഫില്ലും ചെയ്യണം. 10 നമ്മൾ ആദ്യം പഠിച്ചിരുന്നു അല്ലേ? ടെൻസ്. അടുത്തെന്താ? 20. അടുത്തൊരു 10 ചേരുമ്പോൾ 30. അടുത്തത് 40, 50, 60, 70, 80, 90. നെക്സ്റ്റ് നമ്മൾ നമ്പർ നെയിം ആണ് പഠിക്കുന്നത്. നമ്മൾ 1 തൊട്ട് 11, നമ്മൾ 1 തൊട്ട് 10 വരെയുള്ള നമ്പർ നെയിം പഠിച്ചിരുന്നു. 11 തൊട്ട് 20 വരെയുള്ള നമ്പർ നെയിം നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്പർ നെയിം പഠിക്കുന്നത് 20 തൊട്ട് 30 വരെയുള്ള നമ്പേഴ്സിന്റെ നെയിം ആണ് പഠിക്കുന്നത്.
അപ്പോൾ നോക്കിയേ 20ന്റെ സ്പെല്ലിംഗ് നമുക്കറിയാം അല്ലേ, TWENTY. അതുപോലെ 20. അടുത്ത നമ്പർ എന്താ 21, 22, 23, 24, 25, 26, 27, 28, 29, 30. അപ്പോൾ എല്ലാവരും നമ്പർ നെയിം പഠിക്കുക, അത് പ്രൊനൗൺസ് ചെയ്യുന്നത് നമ്മൾ അത് എങ്ങനെയാണ് വായിക്കുക എന്ന് പഠിക്കണം. 21, 22 അങ്ങനെ പഠിക്കുമ്പോൾ സ്പെല്ലിങ്ങും കൂടി പഠിക്കണം. അടുത്തത് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഇവിടെ നോക്കി ഇത്തരത്തിൽ സ്റ്റാർ 10 ഉണ്ട്. 10ന്റെ കൂടെ 1 പ്ലസ് ചെയ്യുമ്പോൾ എത്ര ഉത്തരം 11 അല്ലേ, 11. അതേപോലെ ഇവിടെ നോക്കൂ, ഇവിടെ എത്ര ഉണ്ട് 20 ഉണ്ട്. 20ന്റെ കൂടെ 1 പ്ലസ് ചെയ്യുമ്പോൾ 21. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇതിൽ 10 ഉണ്ട്. ഇവിടെ 10ന്റെ കൂടെ 2 പ്ലസ് ചെയ്യുമ്പോൾ എന്താ ഉത്തരം കിട്ടുക 12. അടുത്തത് 10ന്റെ കൂടെ 3 പ്ലസ് ചെയ്യുമ്പോൾ 13. 10ന്റെ കൂടെ 4 പ്ലസ് ചെയ്താൽ 14. അടുത്തത് 10 പ്ലസ് 5 15. ഇതേപോലെ 20ന്റെ കൂടെ 2 പ്ലസ് ചെയ്താലോ 22. 20ന്റെ കൂടെ 3 പ്ലസ് ചെയ്താൽ 23. 20ന്റെ കൂടെ 4 പ്ലസ് ചെയ്താൽ 24. 20 പ്ലസ് 5 25. അടുത്തത് ഇതേപോലെ നമ്മൾ 10ന്റെ കൂടെ 6 പ്ലസ് ചെയ്യുമ്പോൾ എന്താ ഉത്തരം 16. നമ്മൾ 20ന്റെ കൂടെ 6 പ്ലസ് ചെയ്യുമ്പോൾ 26. അടുത്തത് 10 പ്ലസ് 7 17. 20 പ്ലസ് 7 27. 10 പ്ലസ് 8 18. 20 പ്ലസ് 8 28. 10 പ്ലസ് 9 19. 20 പ്ലസ് 9 29. അപ്പൊ എണ്ണി നോക്കിയിട്ട് അതിന്റെ അടുത്തുള്ള ബോക്സിൽ ഉത്തരം എഴുതുക. അടുത്തത് സ്റ്റാൻഡ് ഇൻ ക്യൂ. അമ്മു ഈസ് 10th in the line. ഫൈൻഡ് ഔട്ട് അമ്മു. ഈ വരിയില് 10ാമത് നിൽക്കുന്നതാണ് അമ്മു. ഇപ്പൊ ഒന്ന് ഇവിടെ ആദ്യം കാണുന്ന ഒന്ന് ഈ കുട്ടീനെ ഈ നമ്മൾ 1 2 അങ്ങനെ എണ്ണി നോക്കുക. അങ്ങനെ 10ാമത് നിൽക്കണ നോക്കി ഇതാ അല്ലെ, അമ്മു നിൽക്കണു. അപ്പൊ എന്താ ചെയ്യുക, അമ്മുവിനെ കണ്ടുപിടിക്കാൻ പറയണ. വിനു ഈസ് ദ 18th. വിനു നിൽക്കുന്നത് 18ാമതാണ്. അത് ആദ്യത്തെ ഫസ്റ്റ് നിന്ന് 18ാമതാണ് നമ്മുടെ വിനു നിൽക്കുന്നത്. കണ്ടില്ലേ, 10 11 12 13 14 15 16 17 18. അപ്പൊ 18th നിൽക്കുന്ന ആരാണ് വിനു. വെർ ഇസ് വിനു ഫ്രം ദ ബാക്ക് ഓഫ് ദ ലൈൻ. ലൈനിന്റെ ബാക്കിൽ നിന്നാണെങ്കിൽ വിനുവിന്റെ സ്ഥാനം എത്രയാണ് 1 2 3 4 5 6 7 8 9. 9ാമത് അല്ലെ, 9ാമത് നിൽക്കുന്നതാണ് വിനു. അടുത്തത് ഹൗ മെനി. ഹേ മഞ്ചാടി ലെറ്റ്സ് പിക്ക് ദം അപ്പ്. അപ്പോൾ കുട്ടികളെ മഞ്ചാടി പെറുക്കുകയാണ്, മഞ്ചാടിയൊക്കെ എടുക്കുകയാണ്. ദേ കൗണ്ടഡ് ദ സീസ് ഇൻ 10. കുട്ടികൾ എന്ത് ചെയ്യും, മഞ്ചാടി കൗണ്ട് ചെയ്യാണ്. സുലു കൗണ്ട് ചെയ്ത് നോക്കിയേ, മഞ്ചാടി ഗ്രൂപ്പ് ആക്കി 10 10 10 അങ്ങനെ 3 10s ഉണ്ട്, പിന്നെ ഒരു 4 ഉണ്ട്. അപ്പൊ 3 10s പറഞ്ഞാൽ 30 ആണ് അല്ലെ. 30ന്റെ കൂടെ 4 പ്ലസ് ചെയ്യുമ്പോൾ ഉത്തരം എന്താണ് 34. അടുത്തത് ഹരി. ഹരി 20ന്റെ കൂടെ 6 പ്ലസ് ചെയ്തപ്പോൾ ഉത്തരം എത്രയാണ് 26. അടുത്തത് ആമിന. ആമിന എത്ര എടുത്ത് മഞ്ചാടിയാ കൗണ്ട് നോക്കി, മഞ്ചാടി എടുത്തിട്ടുണ്ട് 10 10 10 10 4 10s. 4 10ന്റെ കൂടെ 2. 4 10s പറഞ്ഞാൽ നമ്മൾ എത്ര പഠിച്ചത് 40. 40ന്റെ കൂടെ 2 പ്ലസ് ചെയ്ത് രണ്ട് കൂട്ടിലെ ഉത്തരം എന്താണ് 42. അടുത്തത് റാണി. റാണി നോക്കി എത്ര ടെൻസ് ഉണ്ട് 2 10s. 2 10s പറഞ്ഞാൽ എത്ര നമ്മൾ പഠിച്ചത് 20. 20ന്റെ കൂടെ 9 പ്ലസ് ചെയ്യുക. എന്ത് ചെയ്യാം, നമുക്ക് പ്ലസ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ എളുപ്പം നമുക്ക് അങ്ങനെ പ്ലസ് ചെയ്യാം. ഇവിടെ നോക്കിയാൽ 20 ഇപ്പൊ നമ്മൾ 9 ആണല്ലേ, അപ്പൊ 9 ഫിംഗേഴ്സ് എടുക്കുക. എന്നിട്ട് 20 കഴിഞ്ഞിട്ട് എണ്ണി നോക്കുക. 21 22 23 അങ്ങനെ എണ്ണി നോക്കുക. അപ്പൊ ഉത്തരം എന്താണ് 29. ഹു ഗോട്ട് ദ മോസ്റ്റ്. മോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് ഏറ്റവും അധികം മഞ്ചാടി കിട്ടിയിരിക്കുന്നത് ആർക്കാണ് ആമിനയ്ക്ക് അല്ലെ. ഏറ്റവും വലിയ നമ്പർ എന്താണ് 42 ആണ് അല്ലെ. അപ്പൊ ആമിനയ്ക്ക്. റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് സീറ്റ്സ് ഇൻ ഓർഡർ ലീസ്റ്റ് ടു ദ മോസ്റ്റ്. ഈ നമ്പേഴ്സ് 4 നമ്പേഴ്സും ചെറുതിൽ നിന്ന് വലുതെന്ന ഓർഡറിൽ എഴുതുക. അപ്പൊ ആദ്യം 26 29 34 42. അടുത്തത് fill in the empty boxes. ഇവിടെ നോക്കി നമ്മളിപ്പോ 30 വരെ പഠിച്ചു അല്ലെ. ഇത് അടുത്ത 30 കഴിഞ്ഞ അടുത്ത നമ്പർ എത്രയാണ് 30 കഴിഞ്ഞ അടുത്തത് 31. അടുത്തത് 32. ഇത് 33. അതുപോലെ ഈ കാണുന്ന എല്ലാ നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, ഈ ബോക്സ് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. 33 34 35 36 37 38 39 40. അങ്ങനെ എന്ത് ചെയ്യുക 99 വരെ ഫില്ല് ചെയ്യുക. സർക്കിൾ ദ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 38. ഇവിടെ തന്നിരിക്കുന്ന ഈ 5 നമ്പറുകളിൽ 38നെക്കാട്ടിലും വലിയ നമ്പർ ഏതാണ് അത് സർക്കിൾ ചെയ്യാനാണ് വട്ടം വരയ്ക്കുക. 38നെക്കാട്ടും വലുത് ഏത്, അതില് 42 അല്ലെ 42. അത് സർക്കിൾ ദ നമ്പർ ലെസ് ദാൻ 71. ഇവിടെ തന്നതില് 71നെക്കാട്ടിലും 71നെക്കാട്ടും ചെറിയ നമ്പർ ഏതാണ് അത് സർക്കിൾ ചെയ്യുക. ഏതാണ് 53 53. അടുത്തത് ഗിവ് നമ്പേഴ്സ് ഇൻ ഓർഡർ. അപ്പോൾ ഓർഡറിൽ നമ്പർ എഴുതാനാണ് പറയുന്നത്. ഇവിടെ 78 ഉണ്ട്, ഇവിടെ 80 ഉണ്ട്. അപ്പൊ നടുക്കിൽ നമ്പർ ഏതായിരിക്കും 79. അടുത്തത് 81 82 83.
ഇവിടെ നോക്കിക്കേ, പക്ഷെ ഇങ്ങനെ എഴുതണം, ഇവിടെ 64 ആണ്, ഇവിടെ 62 ആണ്. അപ്പൊ നമ്മൾ കുറഞ്ഞാണ് വരുന്നത് നമ്പേഴ്സ്. ബാക്കിലോട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. 64 തൊട്ട് ബിഫോർ ഉള്ള നമ്പർ, തൊട്ട് മുന്നിലുള്ള നമ്പർ ഏതാ? 63. 62, അടുത്തത് 61, 60, 59. Who is hiding? Join the dots from 50 to 78 in order. ഇവിടെ ഇതിൽ ഒളിച്ചിരിക്കുന്നത് ആരാണ്? 50 തൊട്ട് 78 വരെ, 78 വരെയുള്ള നമ്പേഴ്സ് ഓർഡറിൽ മാച്ച് ചെയ്യാനാണ് പറയേണ്ടത്. ഇതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആരാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത് കിട്ടില്ല. ആരാണത്? നമ്മുടെ എലിഫന്റ്, കുഞ്ഞൻ എലിഫന്റ് ആണ് അല്ലേ. ലാസ്റ്റത്തെ ഒരു ഗെയിമാണ് സ്നേക്ക് ആൻഡ് ലാഡർ. ലെറ്റ്സ് പ്ലേ സ്നേക്ക് ആൻഡ് ലാഡർ. അപ്പൊ നിങ്ങൾ എല്ലാവരും കളിക്കുന്ന ഒരു ഗെയിം ആയിരിക്കും അല്ലേ, സ്നേക്ക് ആൻഡ് ലാഡർ. അപ്പൊ അതിന്റെ ഒരു കളിക്കാനുള്ള ഒരു പേജാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സ്നേക്ക് ആൻഡ് ലാഡർ കളിച്ചു നോക്കുക. നമ്മൾ കുറേ നമ്പേഴ്സ്, നമ്മൾ 99 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പാഠത്തിൽ. അപ്പൊ എല്ലാവരും നമ്പേഴ്സ് നന്നായി പഠിക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ചാപ്റ്റർ മനസ്സിലായില്ലേ? ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.